സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടാ ശതമോളതാ ബാഗ് ഇവിടെ വെച്ച് എന്നാലും അവരോട് പറഞ്ഞു കേട്ടോ ഒരു കാര്യം. അതെന്തായാലും ഒരു പ്രവർത്തിച്ച് ബാഗ് ഒരു റൂമിൽ കൊടുന്ന് വെച്ചിക്കാണ്ട് ഇന്ന് ഇട്ടാ. അപ്പൊ ശതമോളെ താങ്ക് യു പറഞ്ഞേ കേട്ടില്ലേ ചേച്ചി. അതാണ് അപ്പൊ കുഞ്ഞോളാ ശിയമോള് പറഞ്ഞേ ശതമോള് പറഞ്ഞേ കേട്ടോ. അവരോട് ഞാൻ നേരെ പറഞ്ഞില്ല എന്തേലും അറിയാം. ബാഗ് കിടക്കിയിൽ കൊടുന്നിടരുത്. കിച്ചണിൽ വന്നിക്കാണ്ട് ആദ്യം പാത്രങ്ങൾ ബേസിൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ ഇതാക്കാൻ പറഞ്ഞില്ല. അപ്പൊ അത് ചെയ്തു. അപ്പൊ അതിന്റെ അടിയിൽ കൂടുക നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ. സ്കൂളിന്റെ ഇത് കഴിഞ്ഞ് വന്നപ്പോ ചായക്ക് എന്താണ് പൂവട ഉണ്ടാക്കുന്നത് കേട്ടോ. പൂവട വെച്ചതുണ്ട് കേട്ടോ. കാണിച്ചു അടിപൊളി സാധനം ഇതാണ്. ഒന്ന് ഇന്റെ മാതിരി ഉണ്ട് കേട്ടോ. ഞാനില്ല നിന്റെ മുഖം മാതിരി ഉണ്ട് കേട്ടോ. കുണ്ടും കുഴിയൊക്കെ ആയിട്ട്. അപ്പൊ ഇതെന്ത് സംഭവിച്ചാല് ഞങ്ങൾ വന്നാണ് ബില്ലടിച്ചപ്പോ വാരി തുറക്കാൻ വന്നാട്ടാ. അപ്പൊ അതുകൊണ്ട് വന്നൊരു സംഭവമാണ്. അതുകൊണ്ട് എന്തായി എന്റെ മാതിരി ഒരാളും കിട്ടി. അപ്പൊ നമ്മള് പൂവാടെ തിന്നാൻ നിൽക്കാട്ടോ. എങ്ങനെയുണ്ട് ശിവമാളെ? ലബൂബൂനട്ടോ കൊടുക്കണേ പൂവാട. ലബൂബ് ഏകദേശം എത്ര എണ്ണം കഴിക്കും? ഇവിടെ സാധനം ഷോർട്ട് വരാൻ പറ്റൂല കേട്ടോ. നിങ്ങളും നിങ്ങളെ കുട്ടികളും മക്കളൊക്കെ പരിപാടി ചെയ്ത് ഉണ്ടാക്കുമ്പോ തന്നെ എന്താണ് പൂവട കേട്ടോ. പൂവട. ആ അപ്പൊ ഇതില് 10 ഉള്ളിൽ പഞ്ചാരയും ഔലും തേങ്ങയും 1 ഇഞ്ച് ശർക്കര ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചുണ്ടാക്കിയതാണ് പൂവട. ഇതാണ് ഇത് ഉണ്ടാക്കിയ ക്രിയേറ്റർ. ദിസ് ഇസ് കുഞ്ഞുമോൾ പൂവട ക്രിയേറ്റർ. ദിസ് ഇസ് മറ്റൊരു ക്രിയേറ്റിവിറ്റി. എന്തൊരു ക്രിയേറ്റിവിറ്റി. പൂവടനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന് നല്ല രസമുണ്ട്. ചൂടോടെ ആകുമ്പോൾ തിന്നാൻ രസമാണ്. ചൂടാറാതെ മാക്സിമം തിന്നാൻ ശ്രമിക്കണം അല്ല. നമുക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ഒക്കെ ഞാൻ പറഞ്ഞ മാതിരി ബൈ ബൈ. സീ യു. വൈകുന്നേരം ചായ പൂവട.